കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തിന്റെ കാര്യം നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. ആ കാലപ്പഴക്കം കൊണ്ട് തന്നെ ആ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് നേരത്തെ ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. പുതിയ കെട്ടിടം പണിയണം എന്ന ഉദ്ദേശം. അതിന്റെ നടപടിക്രമങ്ങൾ എത്രയായി എന്ന് അറിയില്ല. കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാൻ കഴിയൂ. അറിയില്ല, ഞാനത് മനസ്സിലാക്കി പറയാം കേട്ടോ. ഒരു ചോദ്യത്തിൽ പറയാൻ കഴിയുന്നല്ലേ, പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. ഒറ്റ ചോദ്യത്തിന് ആൻസർ ചെയ്യാം. ഞാൻ ഈ അപകടം കേട്ടപ്പോൾ അതിന്റെ ഒരു പ്രയാസം മനസ്സിലാക്കിയല്ലേ വരുന്നത്. കൂടുതൽ നമുക്ക് പിന്നീട് മനസ്സിലാക്കി പറയാം കേട്ടോ. കോഴിക്കോട് മേയറാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ വാണിംഗ് കൊടുത്തതാണോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ അതിന്റെ ആധികാരികത ഉറപ്പാക്കണമെങ്കിൽ റെക്കോർഡ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ആദ്യഘട്ടത്തിൽ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. പക്ഷേ എന്തായാലും അത്തരത്തിൽ നിയമനം അല്ലെങ്കിൽ നിയമവിധേയമായതല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും സംശയമായി നിൽക്കുന്നത് കോർപ്പറേഷൻ നേരത്തെ തന്നെ ഇത്തരത്തിൽ പാലപ്പഴക്കം ചെന്ന ബിൽഡിംഗ് ആണ്, ഇത് പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകിയ, അതോടൊപ്പം തന്നെ പാസ്പോർട്ട് ഓഫീസ് ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റിയ ഒരു ബിൽഡിങ്ങിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു പുതിയ കെട്ടിടം, അത് ഗോഡൌണായി പ്രവർത്തനം ആരംഭിച്ച് അതിന്റെ ഉദ്ഘാടനം പോലും നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഗൗരവമായ വീഴ്ച ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പ്രദേശവാസികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളാണ് ഈ ബിൽഡിംഗിന്റെ എല്ലാം തന്നെ പ്രവർത്തിപ്പം നിർത്തിവെച്ചല്ലോ. അത് നിർത്തിവെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യം അടിയന്തരമായി ചെയ്യേണ്ട പ്രവർത്തികൾ ഇപ്പൊ തന്നെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇല്ല, ഇപ്പം തന്നെ ഈ പ്രവൃത്തിയെ ഈ നിമിഷം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ല മേയർ ഉറപ്പ് തന്നത്. അല്ല, അതെ, അവിടേക്ക് ഒരു പ്രവേശനം ഇല്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് പിന്നെ അങ്ങോട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു കർശനമായ നിലപാട് സ്വീകരിക്കും. ഇപ്പോ സമീപമായിട്ട് പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴക്കമുള്ള കെട്ടിടമാണ്, അത് പറഞ്ഞു നേരത്തെ. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ വിവരങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഞാനിവിടെ വന്ന് ചേർന്നതേ ഉള്ളൂ. അപ്പൊ അവിടത്തിൽ 2-3 പേര് മരണപ്പെട്ടു എന്ന് കേട്ടു, കുറച്ച് പേർക്ക് പരിക്കുണ്ടെന്നും കേട്ടു. ആ ഒരു കാര്യം അറിഞ്ഞിട്ടാണ് ഓടി വന്നത്. അതെ. അപ്പൊ എന്താന്നുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും. തീർച്ചയായിട്ടും ഇതിന്റെ അകത്തേക്ക് ഒരാൾക്കും ഇനി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംവിധാനം എന്റെ അറിവിലില്ല. ഞാൻ പരിശോധിച്ചേ പറയാൻ കഴിയുള്ളൂ കേട്ടോ. ആഫീസിൽ എന്ത് നടപടിക്രമങ്ങൾ നീങ്ങി എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് പറയാം കേട്ടോ. ഇവിടെയുള്ള തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഒറ്റ കാര്യമായാണ് മേയറോട് ആ കാര്യം പറയുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ നോട്ടീസ് നൽകി പൊളിക്കണം എന്ന് തൊഴിലാളികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഒരു കെട്ടിടമാണ്. പക്ഷേ കോർപ്പറേഷൻ ചില കാരണങ്ങളാൽ അത് വൈകിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ പോലും അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് പോലും ചില കടകൾക്ക് ഇതിനകത്ത് അനുമതി നൽകുകയും അവർ കടകൾ പുതുതായി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നവീകരിച്ച് കട തുറന്നു കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇത്തരത്തിൽ ഗുരുതര വീഴ്ച കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് തൊഴിലാളികൾ തന്നെ, വ്യാപാരികളും തൊഴിലാളികളും തന്നെ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം നേരത്തെ ചില സ്ലാബിന്റെ ഭാഗങ്ങൾ നേരത്തെ തന്നെ തകർന്നു വീണിരുന്നു. ആ തകർന്നു വീണ സമയത്ത് തന്നെ ഈ തൊഴിലാളികൾ ഇവിടെ നിന്നും കോർപ്പറേഷനോടും ഒപ്പം തന്നെ ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥരോടും ഈ ആവശ്യം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നുള്ളതാണ് കോർപ്പറേഷൻ മേയറോട് തന്നെ ഇവർ പറയുന്നത്, ഈ തൊഴിലാളികൾ തന്നെ പറയുന്നത്. ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ നടപടി ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ കട പൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊളിക്കുന്ന രീതിയിലേക്കുള്ള നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് അവർ തന്നെ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ, മേയർ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളത് വലിയ തരത്തിൽ അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ല, ഈ അപകടം വലിയ അപകടം തന്നെയാണ്, അക്കാര്യത്തിലുള്ള സംശയമില്ല. അതെന്താണ് അതിന്റെ ഇടയായ സാഹചര്യം എന്നുള്ളതോ ഇതിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചോ നേരത്തെ മാറാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പരിശോധിച്ച് പറയാം കേട്ടോ. പരിശോധിച്ച് പറയാം. ഞാനിപ്പോൾ അപകടകരമായ കെട്ടിടത്തിൽ റിനോവേറ്റ് ചെയ്തിട്ട് പുതിയ ഷോപ്പ് തുടങ്ങിയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്, ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇല്ല, പുതിയ പറയാം കേട്ടോ. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശം മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങളോട് പ്രതികരിക്കാം. എത്ര പേർക്കാണ് പരിക്ക് പറ്റിയത്? എത്ര പേരാണ് മരിച്ചത്? എന്തെങ്കിലും കൃത്യത ഉണ്ടോ? 3 പേർ മരിച്ചു എന്നുള്ളതാണ് എനിക്ക്. അതെ, ഇവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ്. ഒരു വ്യക്തമായ ഒരു കാര്യം അത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് പേർക്ക് പരിക്ക് പറ്റിയാണെന്നും മനസ്സിലാവുന്നു കേട്ടോ. അതെ. അപ്പൊ അത് മനസ്സിലാക്കി പറയാം. ഇപ്പം വന്നതല്ലേ ഉള്ളൂ, കാര്യങ്ങളൊന്നും
അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അത് മാത്രമാണ്. ഏതെങ്കിലും രീതിയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായാലും വ്യാപാരികളുടെ ഭാഗത്തു നിന്നായാലും ഏതെങ്കിലും രീതിയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കും. കാരണം നേരത്തെ നോട്ടീസ് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് തനിക്കറിയില്ല. കാരണം ചുമതലയേറ്റിട്ട നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും, അത് ഉദ്യോഗസ്ഥരുടെയോ വ്യാപാരികളുടെയോ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് മേയർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ മേയറും പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തുകയാണ്. കാരണം ഇപ്പോൾ മാത്രമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത്.